ഏവർക്കും +2 എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ നമ്പർ 7 മുതൽ ചാപ്റ്റർ നമ്പർ 13 വരെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ഫസ്റ്റ് 6 ചാപ്റ്റേഴ്സിൽ നിന്ന് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആരെങ്കിലും ആ ക്ലാസ് കണ്ടില്ല എങ്കിൽ തീർച്ചയായും കാണുക. ആ ക്ലാസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്ന് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2വിലെ 7 ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. പാർട്ട് 2വിന് ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും അധികം പോർഷൻസ് ഒഴിവാക്കിയിട്ടുള്ളത്, അതായത് ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് പാർട്ട് 2വിലാണ്. സോ പാർട്ട് 2വിലെ മിക്കവാറും എല്ലാ ചാപ്റ്ററിൽ നിന്നും വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ നമുക്ക് പഠിക്കുവാനുള്ളൂ. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കണ്ടെത്തുവാൻ വളരെ ഈസിയാണ്. സോ വളരെ കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് പാർട്ട് 2വിൽ പ്രാധാന്യത്തോടുകൂടി നമുക്ക് പഠിക്കുവാനുള്ളത്. അതെല്ലാം ഭംഗിയായി പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. സോ പാർട്ട് 2വിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 7 എന്താണ്? ഇന്റഗ്രൽസ്. കുട്ടികൾക്ക് ഒത്തിരി ഭയമുള്ള, അല്ലെ, പേടിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഇന്റഗ്രൽസ്. അതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാവും. കാരണം +2വിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇന്റഗ്രൽസ്. നിങ്ങൾക്ക് കൃത്യമായി ആൻസർ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും മാർക്ക് നഷ്ടപ്പെടത്തില്ല. ഇന്റഗ്രൽസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 3 പ്രോബ്ലമാണ് ഈ വർഷം എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യത കൂടുതൽ. അതിൽ ഒന്നാമത്തേത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അതിനെ ബേസ് ചെയ്താകാനാണ് സാധ്യത. 2 പ്രോബ്ലം സാമ്പിൾ ആയിട്ട് ഞാൻ കാണിക്കുന്നു. ഇതിൽ ഏത് പ്രോബ്ലം വേണോ ചോദിക്കാം. ഫസ്റ്റ് വൺ, ഫൈൻഡ് ഇന്റഗ്രൽ sin x by 1 plus cos x the whole square dx. 1 plus cos x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇന്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇന്റഗ്രൽ 1 plus log x the whole square by x dx. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴിയുള്ള പ്രോബ്ലം ആണ്. വേണമെങ്കിൽ ഒരു പ്രോബ്ലം കൂടെ സൂചിപ്പിക്കാം. ഇന്റഗ്രൽ cos root x by root x dx. ഇവിടെ റൂട്ട് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അത് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ആകാം. സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു 3 ക്വസ്റ്റ്യൻ കാണിച്ചു എന്ന് മാത്രം. നെക്സ്റ്റ്, ഇന്റഗ്രേഷൻ ഓഫ് സ്പെഷ്യൽ ഫംഗ്ഷൻ എന്ന പോർഷനെ ബേസ് ചെയ്ത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യന് സാധ്യതയുണ്ട്. ഫൈൻഡ് ഇന്റഗ്രൽ 1 by x square plus 16 dx. 1 by x square plus a square, 1 by x square minus a square, 1 by s square minus x square. ഇങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. ഇന്റഗ്രൽ 1 by root 25 minus x square dx. 1 by root s square minus x square. എന്താണ് ഫോർമുല? sin inverse x by a. അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. Next, sure question, important question. Question number 6. Find integral 1 by x square plus 4x plus 10 dx. Very important type. Integral of 1 by quadratic polynomial വന്നാൽ എങ്ങനെ ഇന്റഗ്രേഷൻ ചെയ്യാം? ഈ വർഷം ഷുവർ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇത് ചോദിച്ചില്ല എങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. Integral 1 by root of 7 minus 6x minus x square dx. ഈ 2 ഫോർമാറ്റിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം 100% ഷുവർ ആണ്. ഈസി ആയിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കും. ഒരു ചെറിയ സിംപ്ലിഫിക്കേഷൻ കഴിയുമ്പോൾ ഇതെന്തായി മാറും? ഈ 2 ടൈപ്പിൽ ഏതെങ്കിലും ഒന്നായി മാറും. നെക്സ്റ്റ്, ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ആകാനാണ് സാധ്യത. ഫൈൻഡ് ഇന്റഗ്രൽ 0 to pi by 2 sin x by 1 plus cos square x dx, or integral minus 1 to 1 5x raised to 4 root x raised to 5 plus 1 dx. ഇത്തരത്തിൽ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചോദിക്കും യൂസിംഗ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ചാപ്റ്റർ നമ്പർ 8, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ പ്രോബ്ലം മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകാനാണ് സാധ്യത.
മൂന്ന് ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ. Find area of the region bounded by the parabola y square equal to 9x and the lines x equal to 2, x equal to 4 and x-axis in the first quadrant. Find എന്താണ് ക്വസ്റ്റ്യൻ? ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ പരാബോള y square equal to 9x and the lines x equal to 2, x equal to 4 and x-axis in the first quadrant. ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും അതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2. ഫൈൻഡ് ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് x square by s square plus y square by b square equal to 1. Find area of the region bounded by this ellipse. ഈ എലിപ്സിന്റെ ഏരിയ എങ്ങനെ കണ്ടെത്താം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓർ അല്ലെങ്കിൽ one more question. Find area of the region bounded by the circle x square plus y square equal to s square. ഈ മൂന്ന് പ്രോബ്ലത്തിൽ ഒരു പ്രോബ്ലം ഷുവർ ആണ്, 4 മാർക്ക്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. 4 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യത. അതിൽ ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്. ഫൈൻഡ് ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതെന്തും ആകാം. ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. d square y by dx square plus cos dy by dx equal to 0. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത് തന്നെ ആകണമെന്നില്ല, ഏതും ആകാം. എന്തായാലും ഓർഡർ അല്ലെങ്കിൽ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാം. 1 വേർഡ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടെ സാധ്യതയുണ്ട്. വേരിയബിൾ സെപ്പറബിൾ ഫോം യൂസ് ചെയ്ത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം, ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ചോദിക്കും. ഞാൻ 2 സാമ്പിൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. സോൾവ് dy by dx equal to 1 plus x square into 1 plus y square. വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കി ഇവനെ ഇന്റഗ്രേഷൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, സൊല്യൂഷൻ കണ്ടെത്താം. മറ്റൊരു പ്രോബ്ലം ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് സോൾവ് എന്ന് ചോദിക്കാം. സോൾവ് sec square x into tan y dx plus sec square y into tan x dy equal to 0. ഇതിനെയും സോൾവ് ചെയ്യണം. ഈ 2 പ്രോബ്ലവും വേരിയബിൾ സെപ്പറബിൾ ഫോമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, 3 മാർക്സ്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 10 വെക്ടർ ഓൾജിബ്ര. പാർട്ട് 2-ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ പോർഷനും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിനിമം 10 മാർക്സിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പ്രോബ്ലംസ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായും 3 പോർഷനാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്ന് വെക്ടർ പ്രോഡക്റ്റ്. അതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം 100% ഷുവർ ആണ്. ഒന്നുകിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ perpendicular to each of the vectors a plus b and a minus b where vector a equal to 3i plus 2j plus 2k and vector b equal to i plus 2j minus 2k. എങ്ങനെയാണ് ആൻസറിലേക്ക് എത്തേണ്ടതെന്ന് നിങ്ങൾക്കറിയാം എന്നാണ് എന്റെ വിശ്വാസം. ഇത് വെക്ടർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം. മറ്റൊന്ന് വെക്ടർ പ്രോഡക്റ്റുമായി ഇത് ചോദിച്ചില്ല എങ്കിൽ ഇത് ചോദിക്കും. ഫൈൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ 1, 1, 2, another one 2, 3, 5 and 1, 5, 5. ഇത് രണ്ടിൽ ഒന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. എങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫൈൻഡ് ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഹൂസ് അഡ്ജസന്റ് സൈഡ്സ് വിത്ത് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വെക്ടർ എ വെക്ടർ ബി തന്നിരിക്കും. ഏരിയ ഓഫ് പാരലലോഗ്രാം കാണുന്ന ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി അറിയാം. ഈ 3 പ്രോബ്ലത്തിൽ ഒരു പ്രോബ്ലം 100% ഷുവർ ആണ്. വെക്ടർ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട 3 പ്രോബ്ലം ഉണ്ട്. അതിൽ ഒന്ന് ചോദിച്ചിരിക്കും. 2 മാത്രമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. മറ്റേത് ഏരിയ ഓഫ് പാരലലോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. 3 ഭംഗിയായി പഠിക്കൂ, മാർക്ക് സ്കോർ ചെയ്യൂ. നെക്സ്റ്റ് ഡോട്ട് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്ന് find angle between the vectors vector a equal to this one and vector b equal to this one. 2 വെക്ടേഴ്സ് തന്നിട്ട് അവയ്ക്കിടയിലുള്ള ആംഗിൾ എങ്ങനെ കണ്ടെത്താം, ഡോട്ട് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് ഡോട്ട് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി, അങ്ങനെയും ചോദിക്കാം. ആ 2-ൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ. Find unit vector in the direction of sum of the vectors i plus 2j minus 3k and 3i plus 4j minus 5k.
നമ്മുടെ ആദ്യത്തെ എക്സസൈസുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം, സമ്മും ഡിഫറൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഒപ്പം യൂണിറ്റ് വെക്ടർ എന്ന ആശയത്തെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഫൈൻഡ് യൂണിറ്റ് വെക്ടർ എലോങ് വെക്ടർ പി ക്യൂ. അങ്ങനെ ചോദിക്കാം. ഇത് ചോദിച്ചില്ല എങ്കിൽ ഫൈൻഡ് യൂണിറ്റ് വെക്ടർ എലോങ് പി ക്യൂ വേർ പി എന്ന് പറയുന്ന പോയിന്റ് 1, 2, 3, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് 3, -4, 5. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. വെക്ടറിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 പ്രോബ്ലമാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. എങ്കിലും ആ ചാപ്റ്റർ ഭംഗിയായി പഠിച്ച് ഫുൾ മാർക്കും സ്കോർ ചെയ്യുക. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 11, 3 ഡയമെൻഷണൽ ജിയോമെട്രി. ഒരു വലിയ ചാപ്റ്റർ ആണ്. പക്ഷേ നിലവിൽ ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് പോർഷൻ മാത്രമേ നമുക്ക് പഠിക്കുവാനുള്ളൂ. അതിൽ തന്നെ ഉറപ്പായിട്ട് എക്സാമിനേഷന് പ്രതീക്ഷിക്കുന്ന 2 ക്വസ്റ്റ്യൻ മാത്രം ഞാൻ പരിചയപ്പെടുത്തുന്നു. 1 ഷുവർ ക്വസ്റ്റ്യൻ 100%. ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് x plus 1/7 equal to y plus 1/-6 equal to z plus 1/1 and x minus 3/1 equal to y minus 5/-2 equal to z minus 7/1. ഈ 2 ലൈൻസിനിടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടെത്തുക. ഇത് കാർട്ടീഷ്യൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ ചോദിക്കാം. ഓർ അല്ലെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ വെക്റ്റർ ഫോമിൽ തന്നിരിക്കും. അങ്ങനെയും ചോദിക്കാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ഷുവർ ആണ്, നിർബന്ധമായും പഠിച്ചിട്ട് പോവുക. മറ്റൊന്ന് പ്ലെയിനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. Find equation of the plane passing through the points 1, 2, 3, -1, 0, 5 and 2, 1, 4. 3 പോയിന്റ് തന്നിരിക്കും. പ്ലെയിനിന്റെ ഇക്വേഷൻ എഴുതുക. ഈ ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിക്കും. 2 ഫോക്കസ് ഏരിയ ബേസ് ചെയ്തും 1 ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയ എന്ന് ചോദിക്കും. ഷുവർ ആണ്. ആ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ഈ 2 ക്വസ്റ്റ്യനും ആകാനാണ് സാധ്യത. ഇതിലെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ 2 ക്വസ്റ്റ്യനുമാണ് ഫോക്കസ് ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന്. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ 12 ലീനിയർ പ്രോഗ്രാമിംഗ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. അത് എസ്എ ക്വസ്റ്റ്യൻ, 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. അത് ഇത്തരത്തിൽ ഒന്നായിരിക്കും. Solve the LPP graphically. Minimize z equal to -3x plus 4y subject to x plus 2y less than or equal to 8, 3x plus 2y less than or equal to 12, x greater than or equal to 0, y greater than or equal to 0. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുക യൂസിംഗ് ഗ്രാഫിക്കൽ മെത്തേഡ്. ഇവിടെ മിനിമൈസ് ആയിരുന്നു, ചിലപ്പോൾ അതെന്താകാം മാക്സിമൈസ് എന്നും ആകാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഈ പാറ്റേണിലുള്ളത് ഷുവർ ആണ്, 100%. ചാപ്റ്റർ നമ്പർ 13 പ്രോബബിലിറ്റി. ഈ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ വർഷം ചോദിക്കാൻ സാധ്യത. ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. പക്ഷേ നിങ്ങളുടെ ഭാഗ്യത്തിന് ഫോക്കസ് ഏരിയയിൽ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ 2 പോർഷൻ. ഒന്ന് കണ്ടീഷണൽ പ്രോബബിലിറ്റി, മറ്റൊന്ന് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഈ 2 പോർഷനുമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ, ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ 2 ക്വസ്റ്റ്യൻ. മാക്സിമം 6 മാർക്സിന് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ probability of A 6/11, probability of B 5/11, probability of A union B 7/11. Then find probability of A intersection B, probability of A given B, probability of B given A. ഇത്തരത്തിലുള്ള ഈ പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇൻഡിപെൻഡന്റ് ഇവന്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. If A and B are independent events such that probability of A 0.3, probability of B 0.6, then find probability of A and B. A intersection B അതാണ് സംഗതി. probability of A and not B. അതുപോലെ probability of neither A nor B എന്ന് പറഞ്ഞാൽ probability of not A and not B. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചോദിക്കാം ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട്. ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം അല്ലെങ്കിൽ ഒരു വേർഡ് പ്രോബ്ലം ചോദിക്കാം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് സോൾവിംഗ് എ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി ബൈ എ ആൻഡ് ബി ആർ 1/2 and 1/3 respectively. If both of them try to solve the problem independently, then find probability that exactly one solve the problem.
അല്ലെങ്കിൽ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ഇത്തരം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇൻഡിപെൻഡന്റ് ഇവന്റ്സുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലം അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ സൂചിപ്പിച്ച വേർഡ് പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. സോ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാപ്റ്റർ 7 മുതൽ ചാപ്റ്റർ 13 വരെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോരാ, കൂടുതൽ ക്വസ്റ്റ്യൻസ്, മോർ പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ, എക്സാമിനേഷന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ നിലവിൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ആദ്യത്തെ 6 ചാപ്റ്റർ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇന്ന് അടുത്ത 7 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തു. സോ 13 ചാപ്റ്ററിൽ നിന്നും എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 25 പ്രോബ്ലംസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ 25 പ്രോബ്ലം ഭംഗിയായി പഠിച്ചാൽ മിക്കവാറും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും മോർ ദാൻ 80% മാർക്ക്. എങ്കിലും കാര്യം മനസ്സിലാക്കി എല്ലാ പോർഷനും ഭംഗിയായി പഠിക്കൂ, മാർക്ക് സ്കോർ ചെയ്തു. എല്ലാവിധ ആശംസകളും നേരുന്നു. ബൈ ബൈ.